ഹലോ, നമ്മളിന്നിവിടെ വളരെ സ്പെഷ്യലായിട്ടുള്ള വട്ടയപ്പം പാൽക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ സ്പെഷ്യലായിരുന്നേ. അപ്പോൾ ഇതാ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ തന്നെ തനിനാടൻ രീതിയിൽ. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്തുമസിനും ന്യൂ ഇയറിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒന്നും തന്നെ ഇല്ലാതെ വട്ടയപ്പം നമ്മൾക്ക് ഇതുപോലെയൊക്കെ കഴിക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യണേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വളരെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടേക്കണേ. നമുക്ക് ന്യൂ ഇയറും ക്രിസ്മസും ഒന്നും അല്ലാതെ തന്നെ എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് ഉണ്ടാക്കാം. ഇതിനായിട്ട് പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊണ്ടുവരേണ്ട, പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ബൗളിൽ ഈ ഒരു ബൗള് അരി എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ 2 ബൗളാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ റേഷൻ അരി മതി കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പ്രാണികളൊക്കെ ഉണ്ട്, കാണുന്നുണ്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിനായിട്ട് വില കൂടിയ അരിയൊന്നും വേണ്ട. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെയുള്ള റേഷൻ അരിയാണെങ്കിൽ നമ്മൾക്ക് അടിപൊളിയായിട്ട് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം കണ്ടോ. ഞാനിപ്പോൾ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് എത്ര വേണോ അതാണ് നമ്മുടെ അളവ്. ഇതിപ്പോൾ 2 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എക്സ്ട്രാ കുറച്ച് അളന്നിട്ടൊന്നുമല്ല, ഏതാണ്ട് ഒരു 3 സ്പൂണോളം വരും കണ്ടോ. ഈ ഒരു പരുവത്തിൽ ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് വേവിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ചോറിന് പകരം നമ്മൾ ഇതിൽ നിന്ന് തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകി ഒരു 2-4 തവണ കഴുകണം കേട്ടോ. ഒത്തിരി പൊടിയും പിന്നെ ഇതുപോലത്തെ പ്രാണികളൊക്കെ ഉണ്ടാവും. നല്ല വൃത്തിയായി കഴുകിയെടുക്കണം കണ്ടോ. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത് കണ്ടോ. അപ്പോൾ ഞാനിതിവിടെ രാത്രി മുഴുവനും ഇങ്ങനെ കുതിർത്തി വെക്കുകയാണ് കേട്ടോ. സാധാരണ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുന്ന പോലെ. ഇപ്പോൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട് കണ്ടോ. നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ. അപ്പോൾ ഇനി ഈ വെള്ളം കൂടെ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. നല്ലോണം വാർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലിരിക്കട്ടെ. തേങ്ങ ഉടച്ചതാണ്, പക്ഷെ വെള്ളം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഉള്ള വെള്ളം എത്രയാണോ ഉള്ളതെന്ന്. ഒരു 4 സ്പൂണെങ്കിലും തേങ്ങാ വെള്ളം വേണം കേട്ടോ. അപ്പോൾ തേങ്ങാ വെള്ളം മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നില്ല, കപ്പി കാച്ചുന്നില്ല, അവിൽ ചേർക്കുന്നില്ല, സാബുദാന ചേർക്കുന്നില്ല, ഒന്നും തന്നെ ചേർക്കണില്ല കണ്ടോ. ഏതാണ്ട് ഒരു 4 സ്പൂണോളം ഇപ്പോൾ ഉണ്ട്. ഇനി 1/2 സ്പൂണോളം ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങാ വെള്ളത്തിലേക്ക്. അപ്പോൾ ഇനി 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കണേ. അപ്പോൾ വട്ടയപ്പം എപ്പോഴും കുറച്ച് മധുരം വേണം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മധുരമുള്ളൊരു വിഭവമാണ് വട്ടയപ്പം. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ സ്പെഷ്യലാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഉണ്ടാക്കിയിരിക്കും, നിർബന്ധമായിട്ടും ഉണ്ടാക്കിയിരിക്കും. ഭയങ്കര എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നല്ലോണം ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് തേങ്ങാവെള്ളം ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ നേരത്തെ കുതിർത്തി വയ്ക്കുമ്പോൾ പറഞ്ഞില്ലേ, ഒരു 3 സ്പൂണോളം അരി ഞാൻ മാറ്റി എക്സ്ട്രാ വെച്ചിട്ടുണ്ടെന്നുള്ളത്. ആ അരി ഞാൻ അതിൽ നിന്ന് എടുത്ത് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ ചോറ് പോലെ തന്നെ, കാണുന്നില്ലേ. ഇപ്പോൾ ഇത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് തണുപ്പിച്ചെടുക്കണേ. നമ്മൾ കപ്പി കാച്ചുന്നതിന് പകരം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചോറ് ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ആ കളർ അത്ര അങ്ങോട്ട് പെർഫെക്റ്റായി കിട്ടുന്നില്ല. ഇതാകുമ്പോൾ നല്ല വൈറ്റ് റൈസാണ് കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 1/2 മുറി തേങ്ങ ഇത് ഞാനിവിടെ ചിരവി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾക്ക് ഇനി പാലെടുക്കണം. ഈ അരി നമ്മൾ അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് അരച്ചെടുത്ത് വരാം. ഇതെങ്ങനെയാണ് അരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. മാക്സിമം ഇതിൻ്റെ പാലെടുക്കണം. അപ്പോൾ ഇത് പാലെടുത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. കൂടുതൽ ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാലിൽ നല്ലോണം ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ ജ്യൂസർ വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ
മേളിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നോക്കി മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളമോ തേങ്ങാപ്പാലോ, ഞാനിവിടെ തേങ്ങാപ്പാൽ ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ ഊറ്റി മാറ്റി വെക്കണം കേട്ടോ. ചോറാണെങ്കിലും നമ്മൾ വേവിച്ചെടുത്ത ചോറാണെങ്കിലും അരിയാണെങ്കിലും അരിപ്പ പാത്രത്തിലിട്ട് വെള്ളമൊക്കെ മുഴുവനായും കളഞ്ഞിരിക്കണം. കണ്ടോ? ഈ ഒരു പരുവത്തിലായിരിക്കണം. അപ്പോൾ ഇതാ അരി ഞാനിതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനൊന്നും അത്ര പേടിക്കൊന്നും വേണ്ട. കണക്കുകളെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ. കാലത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ രാത്രി നമ്മൾക്ക് അരച്ച് വയ്ക്കാം അങ്ങനെ. അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിന് മാത്രമേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ അരച്ചെടുത്ത് കാണിച്ചു തരാവേ. ഒത്തിരി അങ്ങ് തിക്കായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. കണ്ടോ? പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നില്ല. ഈ ഒരു പരുവത്തിലാണ് ഞാൻ വട്ടയപ്പത്തിന് കുഴച്ച് വയ്ക്കാറ്, അരച്ച് കുഴച്ച് വയ്ക്കാറ് കേട്ടോ. കണ്ടില്ലേ? നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട്. നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട്. നല്ലോണം അരയണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതാ അതേ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറുണ്ടല്ലോ, ആ ചോറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ തേങ്ങയുടെ ബാക്ക് സൈഡിലുള്ള ആ ബ്ലാക്ക് കളറൊക്കെ കളഞ്ഞിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ നല്ല കളറായിരിക്കും. അപ്പോൾ ഇനി ചോറും കൂടെ ചേർത്ത് കൊടുത്ത്, ചോറ് നമ്മൾ അരയ്ക്കുന്നതും ഇതുപോലെ തന്നെയാണ്, തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് കേട്ടോ. അതാ ഞാൻ ഇട്ട് കൊടുത്തു. അതേ ജാറിലേക്ക് തന്നെ ചോറ് മുഴുവനായും ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര നേരത്തെ നമ്മൾ മാറ്റി വെച്ചില്ലേ, തേങ്ങാപ്പാൽ, പഞ്ചസാര, ഉപ്പ്, ആ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വന്ന തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നല്ലോണം അരച്ചെടുക്കണേ. കണ്ടോ? ഈ ഒരു പരുവത്തിലിരിക്കും. ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ലൂസായി വരുന്ന പാകത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ബാറ്ററി ഇങ്ങനെ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ആദ്യം നമ്മൾ അരച്ചെടുത്തത്. അപ്പോൾ ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതാ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചെന്ന് വിചാരിച്ച് അത്ര അങ്ങോട്ട് ലൂസായി പോകുമൊന്നുമില്ല. ഇതാ ഞാനിപ്പോൾ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മളിത് ഈസ്റ്റ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. തേങ്ങാപ്പാലും പഞ്ചസാരയും ഉപ്പും തന്നെയാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഒരു 6 മണിക്കൂർ വെച്ചാൽ തന്നെ അത്യാവശ്യം നല്ലോണം ഒന്ന് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലിക്കൊക്കെ വെക്കുന്ന അതേ സമയം തന്നെ വെച്ചാൽ മതി. പിന്നെ ഇത് കലക്കി വെക്കുന്നതിന് മുന്നേ ഈ ഒരു പരുവത്തിൽ കൈ കൊണ്ട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കുഴച്ച് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങി വരും കേട്ടോ. ഇവിടെ പിന്നെ കുറച്ച് തണുപ്പ് സീസണാണ് ഇപ്പോൾ കേട്ടോ മുംബൈയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ അരച്ച് വെക്കണം. നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ട്. എന്നാലും ഏറ്റവും കൂടിയത് 6 മണിക്കൂർ അത്രയേ വേണ്ടുള്ളൂ. നമ്മളിതിൽ എക്സ്ട്രാ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ അതാ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. കണ്ടോ? നല്ലോണം കണ്ടോ? ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. പൊങ്ങി ഇങ്ങനെ പതഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. കാണുന്നുണ്ടോ ശരിക്കും? എൻ്റെ ക്യാമറയിൽ അത്ര അങ്ങോട്ട് ശരിയായിട്ട് കാണുന്നില്ല. എന്നാലും ഞാൻ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ. നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ ഒരുപാട് ഇങ്ങനെ ലൂസായി പോണ്ട. ഇനി ഇതിലേക്ക് ഏലക്കായാണ് കേട്ടോ. ഞാൻ ഏലക്കായുടെ കുരു മാത്രം ഒന്ന് ചതച്ചെടുത്തതാണ്. ഒരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കൂടുതൽ ഇളക്കിയെന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ താഴേക്ക് പോയി പോവുമൊന്നുമില്ല. നമ്മളിതിൽ ഈസ്റ്റ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ അതിനെ പേടിക്കണ്ട. ഇതെങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ഇരിക്കും. അപ്പോൾ ഇനി ഇതാ ഞാൻ ഇഡ്ഡലി ചെമ്പിൻ്റെ മേലിൽ അരിപ്പ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പ്ലേറ്റ് ഇതാ വെളിച്ചെണ്ണ തടവി കൊടുത്ത് ഇതാ ഈ ഒരു രൂപത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇതെല്ലാം ഞാൻ പുറത്ത് വെച്ചാണ് ചെയ്യുന്നത്. ഇഡ്ഡലി തട്ടിൻ്റെ അടിയിലേക്ക് വെച്ചിട്ടില്ല. അപ്പോൾ 3 സ്പൂണോളം 3 കയ്യിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പൊങ്ങി വരും കേട്ടോ. ഞാനിതാ ഈ ഒരു പരുവത്തിൽ ഇതാ ഇവിടെ വെച്ച് കൊടുത്തു. ഇനി അടച്ച് വെച്ച് ഒരു മാക്സിമം ഒരു 2.5-3 മിനിറ്റ്, അത്ര അതിനപ്പുറമൊന്നും പോവണ്ട. അപ്പോൾ ഇനി ഇതാവട്ടെ, ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നപ്പോഴേ ഉണക്കമുന്തിരി ഞാൻ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അതാണ് ഈ കാണുന്നത്. കണ്ടോ? അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. കണ്ടോ? കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്ത് ഒരു പ്ലേറ്റിൽ നമ്മൾ സാധാരണ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വിട്ട് വരും കേട്ടോ. നല്ല ചൂടാണ്, പക്ഷേ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കണ്ടോ?
ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വിട്ട് വരും. ഞാനിപ്പോൾ വേറെ പ്ലേറ്റും കൂടെ എടുത്ത് അതിലും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഞാൻ വേറെ വേറെ ഉണ്ടാക്കുകയാണ്. ഇവിടെ ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവരും കഴിക്കും. പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ ഇതുപോലെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് മടുത്ത് പോയില്ല കഴിക്കുമ്പോഴൊന്നും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ വട്ടയപ്പത്തിന്. അപ്പോൾ മിക്കവാറും ഇതുപോലൊക്കെ എന്തെങ്കിലും ജോലിയായിരിക്കും. അപ്പോൾ ടേസ്റ്റിന് വേണ്ടി നമ്മൾ കൂടുതലൊന്നും ചേർക്കാതെ തനതായ രീതിയിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ ഇഷ്ടം പോലെ ആൾക്കാർ നമുക്കിതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ മാത്രം നമുക്ക് ഓർഡറൊക്കെ കയ്യിൽ കിട്ടും കേട്ടോ സീസണിൽ. അപ്പോൾ ഇതിവിടെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലോണം ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അടർന്ന് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഇത് അടർത്താൻ വേണ്ടി നമ്മൾക്ക് ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ചുറ്റിച്ച് ഒന്നും വേണ്ട. ഇതിങ്ങനെ ചൂടാറും തോറും ഇങ്ങനെ വിട്ട് വിട്ട് വരും. നമ്മൾ വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടോ, ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഒട്ടും പേടിക്കണ്ട. അപ്പോൾ അത്രയും സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാവേ. അടിഭാഗമൊക്കെ കണ്ടില്ലേ, ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. കണ്ടോ, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളാകെ 3 സ്പൂണോ മറ്റോ ആണ് ഒഴിച്ചിട്ടുള്ളത്. 3 സ്പൂണല്ല, 3 കയ്യിൽ. കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു പാകത്തിന് ഇവിടെ അത്രയും തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബാറ്റർ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനായിട്ടൊന്നും ചേർക്കാതെ തന്നെ കുറച്ച് ക്ഷമ മാത്രം കാണിച്ചാൽ മതി ഇത് ഒന്ന് പൊങ്ങി വരാനുള്ള. അപ്പോൾ ഒരു 6 മണിക്കൂർ, നമുക്കിപ്പോൾ 1 മണിക്കൂറൊക്കെ പെട്ടെന്ന് കലക്കി വെച്ച് ഉണ്ടാക്കിയിട്ട് എവിടെയും പോകാനില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കുമ്പോൾ നല്ല രുചിയിൽ അവർ കഴിക്കും. ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈസ്റ്റൊന്നും കഴിയണതും ചേർക്കാതിരിക്കാറാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇവിടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ചധികം വട്ടയപ്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്തിരി ഇട്ടതും മുന്തിരി ഇടാതെ പല തരത്തിലും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യാറ്. കണ്ടോ, അപ്പോൾ ഇതിനായിട്ട് ചിക്കൻ കറി ഉപയോഗിക്കാം, ചിക്കൻ സ്റ്റ്യൂ ഉപയോഗിക്കാം, ഫിഷ് കറി ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്. കാണുന്നില്ലേ, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നത്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക. അപ്പോൾ ഇനി വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റിൻ്റെ പിന്നാലെ ഒന്നും നമ്മൾ പോവണ്ട. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾക്ക് ഇതിലേക്കായിട്ട് കറി ഉണ്ടാക്കണേ. അപ്പോൾ കറി ഉണ്ടാക്കുന്നതും അത്ര വലിയ പാടൊന്നുമില്ല. ഓൾറെഡി ഇത് തേങ്ങാപ്പാലല്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. കണ്ടോ, ഞാനിപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ വളരെ സോഫ്റ്റായിട്ടാണ് നമ്മൾ കത്തിയൊക്കെ അതിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോൾ നമ്മളിങ്ങനെ ബലം പിടിക്കൊന്നും വേണ്ട ഇത് കട്ട് ചെയ്യാൻ വേണ്ടി. കണ്ടോ, അപ്പോൾ ഇപ്രാവശ്യം കേക്കിനോടൊപ്പം തന്നെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. കാണുന്നില്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു വരുമാന മാർഗം പോലെയും നമുക്ക് കൊണ്ടു നടക്കാം. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെയുള്ള റേഷൻ അരി മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. കുറച്ച് ഏലക്കായ അത്രയൊക്കെ വേണ്ടുള്ളൂ. പുറത്തുനിന്ന് നമുക്ക് കിട്ടാത്തൊരു സാധനം ഇതിലില്ല. അപ്പോൾ ഇനി തേങ്ങാപ്പാൽ ഞാൻ അരമുറി തേങ്ങയുടെ പാലെടുത്തതാണ് കേട്ടോ. ഇതുപോലെ തന്നെ ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കി അരച്ച് മാറ്റി വെച്ചതാണ്. ഇനി നമ്മൾക്കൊരു കടായി സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. നല്ലോണം ഒന്ന് ചൂടായി വരണേ. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇതിന്. അപ്പോൾ ഇനി കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ 1/2 സ്പൂണോളം. പിന്നെ ഉണക്കമുളക് ഒരു 4 മുളക് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം അരിപ്പൊടിയാണ് കേട്ടോ. ഒന്ന് മൂത്ത് വരണേ. 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. തീ ഒന്ന് നല്ലോണം ഒന്ന് കുറച്ച് വെച്ചേക്കണേ ഈ ഒരു സമയത്ത്. കണ്ടോ, അരിപ്പൊടി നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഇതിലേക്ക് ഞാനൊരു 4 സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതായത് അരിപ്പൊടി ഒന്നിങ്ങനെ തിക്കായി വരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് തിക്കാവരുത്,
എന്നാലും തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഇത് ചിലപ്പോൾ പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചൂടിനെ ഒന്ന് നിയന്ത്രിക്കുകയും ചെയ്യാം, ഈ അരിപ്പൊടി ഒന്ന് കുറുകി വരികയും ചെയ്യും. അതിനായിട്ട് കണ്ടോ. ഇനി നമ്മൾ നല്ലോണം ഒന്ന് തീ കുറച്ച് വെച്ച ശേഷം പാല്, അരമുറി തേങ്ങയുടെ പാല് ചൂടുവെള്ളത്തിൽ കുഴച്ച് എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. പാലെടുത്ത് വെച്ചതാണേ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു. കണ്ടോ, തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ തന്നെ നമ്മൾക്കത് ഓഫ് ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാൽ കറി. അപ്പോൾ ഇതാ കറി ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്, കാണുന്നുണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതാ ഒരു 1/4 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. മധുരത്തിനായി നമ്മൾ അപ്പത്തിൽ തന്നെയാണ് നമ്മളിതിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള വട്ടയപ്പവും പിന്നെ അതിലേക്കായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പാൽക്കറിയും. ഇതൊരു വളരെ വെറൈറ്റിയാണ് കേട്ടോ. ഇത് പാൽക്കറി എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ എളുപ്പമാണ്. മിക്കവാറും ആൾക്കാർക്ക് തേങ്ങാപ്പാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ ഇങ്ങനെ ചെയ്തിട്ട് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എരിവും പുളിപ്പും മധുരം ഉപ്പും എല്ലാം കൂടെ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ നല്ല മാച്ച് ചെയ്യുന്നൊരു കറിയാണ് കേട്ടോ പാൽക്കറി. അപ്പോൾ അധികം ആരൊന്നും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ ചെറിയൊരു എരിവ് ഉണ്ടാകുമ്പോൾ വളരെ രുചിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നമ്മളൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കുന്ന രീതിയും കുറച്ച് വ്യത്യാസമാണ് കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ പാൽക്കറി ഉണ്ടല്ലോ, പാൽക്കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പാൽക്കറീനെ മൊത്തം ഇങ്ങനെ വലിച്ചെടുക്കും ഈ വട്ടയപ്പം. അപ്പോൾ എന്നിട്ട് അത് സ്പൂൺ ഉപയോഗിച്ചോ കൈ വെച്ചോ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ഉള്ളൊരു നാടൻ രീതിയിലുള്ളൊരു ഫുഡായിരുന്നു ഈ ഒരു സമയത്തൊക്കെ കഴിച്ചിരുന്നത്. ഇപ്പോഴാണ് പിന്നെ എല്ലാവരും പാൽക്കറിയൊക്കെ മാറ്റി പിന്നെ ചിക്കൻ കറിയൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതാ ഞാനിവ ഉണ്ടാക്കി വെച്ച പാലുണ്ടല്ലോ, പാൽക്കറി, അതിതാ മുളകോട് കൂടി തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള പാൽക്കറിയും വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആരും ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. എരിവും പുളിപ്പും ഉപ്പും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ്, പറയാൻ പറ്റാത്ത അത്രയും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.